കഴിഞ്ഞ 3 സീസണുകളിലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫിലെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് 2024-25 സീസണിൽ പ്ലേ ഓഫിലെത്താതെ പുറത്താകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനി മഹാത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ മഞ്ഞപ്പടയ്ക്ക് ആദ്യ 6-ൽ ഇടം പിടിക്കാൻ സാധിക്കൂ. മോശം പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശീലകനെ പോലും പാതി വഴിയിൽ വെച്ച് പുറത്താക്കേണ്ടി വന്ന സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് ഓർക്കാനൊന്നും തന്നെ സമ്മാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ സീസണിലെ ദയനീയ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ അഴിച്ചുപണി നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ക്ലബ്ബുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അടിമുടി മാറ്റം വന്നേക്കുമെന്നാണ് സൂചനകൾ. ക്ലബിന്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ മാറ്റങ്ങൾ ആരംഭിച്ചുവെന്നാണ് വിവരം. അടുത്ത സീസണിൽ പരിശീലക സംഘത്തിലും മാറ്റം വരും. നേരത്തെ മിക്കാൽ സ്റ്റാറയെ പുറത്താക്കിയതിനു ശേഷം താൽക്കാലിക പരിശീലകർക്ക് കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. പുതിയ വിദേശ പരിശീലകൻ 2025-26 സീസണ് മുന്നോടിയായി എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലും സുപ്രധാന മാറ്റങ്ങൾ വരുമെന്നാണ് സൂചനകൾ. നിലവിൽ സ്ക്വാഡിലുള്ള ചില കളിക്കാർ അടുത്ത സീസണിൽ മഞ്ഞപ്പടയ്ക്കൊപ്പം കാണില്ല. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ക്ലബ്ബ് വിട്ടേക്കുമെന്ന് അതിനിടെ അഭ്യൂഹങ്ങളുണ്ടെങ്കിലും ഇതിൽ സത്യമില്ല എന്നാണ് സൂചനകൾ. നേരത്തെ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു പറ്റം താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അത്തരത്തിൽ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലും ഒരു അഴിച്ചുപണി കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നു. ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടുക ആരൊക്കെയായിരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ സൂചനകളൊന്നും വന്നിട്ടില്ല എങ്കിലും ഈ സീസണിന് ശേഷം കരാർ കാലാവധി അവസാനിക്കുന്ന താരങ്ങളുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 2024-25 സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവസാനിക്കാനിരിക്കുന്നത് 2 സൂപ്പർ താരങ്ങളുടെയാണ്. ടീമിന്റെ പ്രകടനം ഇക്കുറി ദയനീയമായ സാഹചര്യത്തിൽ പുതിയ കരാർ നൽകി ഇവരെ ടീമിൽ നിലനിർത്താൻ മഞ്ഞപ്പട തയ്യാറായേക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിക്കാനിരിക്കുന്ന പ്രധാന താരങ്ങളിൽ ഒരാൾ കോമെ പെപ്രയാണ്. നിലവിൽ 2 വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലുണ്ട്. ജീസസ് ജിമിനസും നോവ സദോയും. ഇവർക്ക് 2026 വരെ മഞ്ഞപ്പടയുമായി കരാറുണ്ട്. അതുകൊണ്ട് തന്നെ പെപ്രയെ ഒഴിവാക്കി പകരം മധ്യനിരയിലേക്ക് ഒരു പുതിയ വിദേശ താരത്തെ കൊണ്ടുവരാനാകും സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മഞ്ഞപ്പട ശ്രമിക്കുക. 2023-24 സീസണ് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ പെപ്ര 2024-25 സീസണിൽ 24 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളും 4 അസിസ്റ്റുകളും നേടിക്കഴിഞ്ഞു. മഞ്ഞപ്പടയ്ക്കായി മൊത്തം 38 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഈ ഗാന താരം 13 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ മുന്നേറ്റ താരം ഇഷാൻ പണ്ഡിതയുമായുള്ള കരാറും കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കാൻ സാധ്യത കുറവാണ്. 2023-24 സീസണ് മുന്നോടിയായി മഞ്ഞപ്പടയിലെത്തിയ ഇഷാൻ പണ്ഡിത പരിക്കുകളെ തുടർന്ന് ആകെ 20 മത്സരങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിക്കാനായത്. ഇതിൽ ആകെ 2 ഗോളുകൾ മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം. പരിക്കുകളുടെ കളിത്തോഴനായതിനാൽ ഇഷാനും 2024-25 സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിടേണ്ടി വന്നേക്കും.